ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് യാത്ര പോകുന്നത് ജിദ്ദയിലെ കോർണേഷ് ബീച്ചിലേക്കാണ്. ആരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ജിദ്ദയിൽ നിന്ന് പോകുന്നത് കോർണേഷ് ബീച്ചിലേക്കാണ് ഗൈസ്. ഇന്ന് നല്ലൊരു ട്രാഫിക് ജാമാണ്. നമ്മൾ റോഡുമ്പോൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല റഷാണ്. രണ്ട് സൈഡിലും ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാം റഷായി കിടക്കുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത് വ്യാഴാഴ്ചയാണ് ഗൈസ്. ഈ വ്യാഴാഴ്ചയാണ് ഒരുവിധം എല്ലാവരും ലീവുള്ളൊരു ദിവസം. ഇവിടുത്തെ വ്യാഴാഴ്ചയാണ്, ഞങ്ങൾക്കും ലീവുള്ളത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ടാണ് നൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ജിദ്ദയിൽ വരികയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞത് കോർണേഷ് ബീച്ച്. നിങ്ങൾക്ക് ഫാമിലിയും കുട്ടികളും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വന്നാൽ പോയിരിക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു ബീച്ചാണ്. ഇപ്പോൾ ജിദ്ദയിലെ ബീച്ചിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിപ്പം കൂടിയൊരു ബീച്ചാണ് ഗൈസ്. ഏകദേശം 6 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നൊരു ബീച്ചാണ്. നമ്മളെ ഏകദേശം ഒരു കേരളത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് അവൾ സെറ്റാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ജിദ്ദയിൽ വന്നാൽ തെങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിദ്ദ കോർണേഷ് ബീച്ചിൽ തന്നെ പോകേണ്ടി വരും. അവിടെയാണ് ഏറ്റവും കൂടുതൽ തെങ്ങൾ കറക്റ്റ് നിരനിരായിട്ട് വെച്ചിട്ട് നല്ല വൃത്തിയിലാണ് അവർ സൂക്ക് ഒരുക്കിയിരിക്കുന്നത്. കണ്ടോ ഗ്യാസ്, ഒരു വിദേശികൾ കടന്നു പോയാണ്. നമ്മൾ കാറൊന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്താണ് അവർ കടന്നു പോയതിനു ശേഷം നമുക്ക് യാത്ര തുടരാം. അവർ പോയി, നമ്മൾ യാത്ര തുടരുകയാണ്. നല്ല ട്രാഫിക് ജാമാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തേണ്ടി വരുന്നത് ഗൈസ്. നമ്മൾ നൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജിദ്ദ ബീച്ച് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളിവിടെ താമസിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡുകളും ജിദ്ദ ബീച്ചിൻ്റെ അടുത്ത് തന്നെ കോർണേഷ് ബീച്ചിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് 5 സ്റ്റാർ ഹോട്ടൽ, 4 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടൽ, 3 കോലത്തിലുള്ള ഹോട്ടലുകളും ഇവിടെ ലഭ്യമാണ്. 5 സ്റ്റാർ ഹോട്ടൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 105,000 ഏകദേശം സൗദി റിയാൽ ഇവിടെ പെർ ഡേ വരുന്നുണ്ട്. അത് VIP-കൾക്ക് മാത്രമേ നടക്കുള്ളൂ. നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് 3 സ്റ്റാറാണ് ബെറ്റർ. 3 സ്റ്റാർ ഏകദേശം 200 റിയാൽ, ഇവിടുത്തെ ഒരു 200 റിയാൽ മാത്രമേ പെർ ഡേ നമുക്ക് വരുന്നുള്ളൂ. അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വാടക തന്നെയാണ്. നല്ല ക്ലൈമറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല വ്യൂ ആയിരിക്കും. ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലുകളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, രണ്ട് സൈഡിലും നിങ്ങൾ കണ്ട നല്ല ലൈറ്റുകളും അതുപോലെ തന്നെ നല്ല ബിൽഡിങ്ങുകളും എല്ലാ സെറ്റപ്പുകളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ 50 മീറ്റർ കൂടുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത് വെച്ചാൽ രണ്ട് സൈഡുകളിലും അതുപോലെ തന്നെ പോലീസിനെ നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസിനെ വിളിച്ച് കാത്തുനിന്ന് പരാതി പറയേണ്ട യാതൊരു അവസ്ഥയും ഇവിടെ ഉണ്ടാവില്ല. എല്ലാ 50 മീറ്റർ കഴിയുന്നവരും ബീച്ചിൽ നിങ്ങൾക്ക് പോലീസിനെ കാണാം. എന്തെങ്കിലും നമുക്ക് അർജൻറ്റായിട്ടുണ്ടെങ്കിൽ ഏത് ഭാഷ പറഞ്ഞാൽ ഏകദേശം അവർക്ക് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ റിസൾട്ടും കിട്ടും. വലത്തെ സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കണം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത്. വളരെ വൃത്തിയുള്ള, നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വൃത്തിയുള്ള അടിപൊളി ഹോട്ടലാണ് ഗൈസ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പെർ ഡേ 1,500 ആണ് ഇവിടുത്തെ റെൻ്റായിട്ട് വരുന്നത്. നിങ്ങൾക്കൊന്ന് നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്ലോ ആക്കിയത്. ഇതാണ് ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ. ഇത് കോർണേഷ് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന വലത്ത് ഭാഗത്ത് കാണുന്ന ബിൽഡിംഗ് ആണ് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ബീച്ചിൻ്റെ നേരെ പുറകു സൈഡിൽ നമുക്ക് കാണാം ഒരു 35 നിലയുള്ള വലിയൊരു ബിൽഡിംഗ് കാണാം. അതും ഹോട്ടലാണ്. അതിൽ തന്നെ 4 സ്റ്റാർ ഹോട്ടലാണ് അവിടെ കാണുന്നത്. 5 സ്റ്റാറിൻ്റെ നേരെ പുറകു വശത്ത് തന്നെ കാണുന്നത് 4 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ഒരു വലിയൊരു വാടകയൊന്നുമില്ല. സാധാരണ കുഴപ്പമില്ലാത്തൊരു മിഡിൽ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ റൂം എടുക്കാനും താമസിക്കാനും എല്ലാം ഇവിടെ വന്നാൽ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ബീച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. യാത്ര തുടങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാവും. ഇവിടുന്ന് നിങ്ങൾ വരിവരിയായിട്ട് കാണുന്നത് ഈ പനകളുടെ ഒരു തോട്ടമാണ്. അതാണ് നമ്മൾ റോഡിൻ്റെ സെൻറ്ററായിട്ട് അവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് തീർത്തവർ തെങ്ങുകളാണ്, കംപ്ലീറ്റ് കേരള മോഡൽ തെങ്ങുകളാണ് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ
ബീച്ച് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം വലുപ്പത്തിലാണ് ഈ ബീച്ചുകൾ പരന്ന് കിടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഹെവി ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടില്ല. കാരണം അത്രയും റഷാണ്. വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഒഴിവായതുകൊണ്ട് എല്ലാ ജനങ്ങളും ബീച്ചിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹെവി പാർക്കിംഗ് ആണ് ഇവിടെ, അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടമില്ല. നല്ലൊരു ദൃശ്യാനുഭവം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ബീച്ചിൻ്റെ എല്ലാ സൈഡുകളും ഞാൻ കാണിച്ചു തരാം. ഈ ബീച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയില്ല ഗൈസ്, കാരണം ഒരുപാട് ലോങ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനൊരു 3-4 എപ്പിസോഡായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തണം. ജിദ്ദയിൽ വന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം ഗൈസ്. തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ഞങ്ങൾ തിരയാണ് ഗൈസ്, നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. വലത്തെ സൈഡിൽ കാണുന്നതാണ് ബീച്ച്. അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തെങ്ങുകൾ വരിയായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധയിൽ കാണാം. നൈറ്റിലാണ് നല്ല വ്യൂ ആണ്, നല്ല ഫ്രഷ് എയറാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കാറ്റും. ജിദ്ദയിൽ ഈ ബീച്ചിൻ്റെ വലുപ്പം കൃത്യമായിട്ട് എനിക്കറിയില്ല, ഒരു ഏകദേശമാണ് ഞാൻ 6 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. അതിനെന്തോ മാറ്റം ഉണ്ടെങ്കിൽ ജിദ്ദയിലെ ഫ്രണ്ട്സുകൾ കാണുകയാണ് ഈ വീഡിയോ എങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ അടുത്ത വീഡിയോയിലുണ്ടാവും തീർച്ചയായും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആകാശം മുട്ടുന്ന ഒരു വെള്ളച്ചാട്ടം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റാണ്. അത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. നമ്മൾ പാർക്കിന് വേണ്ടി തരികയാണ്, ഇവിടെയൊക്കെ ഫുള്ളാണ്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരൊറ്റ സ്ഥലവും ഇവിടെ കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നാൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഏരിയ തൊട്ട് നമ്മൾ എന്താക്കണം, ചെക്ക് ചെയ്യണം. എവിടെയാണോ പാർക്കിംഗ് കിട്ടുന്നത് അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കിംഗ് പെയ്ഡ് പാർക്കിംഗ് ആണ്. സോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പെയ്ഡ് പാർക്കിംഗ് ആണ്. നമ്മൾ പെയ്ഡ് ചെയ്യാതെ പാർക്ക് ചെയ്താൽ നമ്മൾ ബീച്ചെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഉണ്ടാവില്ല ഗൈസ്. പിന്നെ നമ്മൾ അതിൻ്റെ ഫൈനും അതിൻ്റെ ടാക്സും എല്ലാം കൂടി ഏകദേശം ഒരു 175 നമ്മൾ കെട്ടേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ച് ദൂരത്താണ് അവർ വലിച്ചു കൊണ്ട് ചോദിക്കുക വണ്ടി. ഗൈസ് നമുക്കിവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നിസാർ ബോസാണ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ. അദ്ദേഹം വണ്ടി ഇതാ സൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി വീഡിയോ അനുഭവങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.